കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ അമ്മ വീട് വീഡിയോയുടെ പാർട്ട് 2 ആണ് കേട്ടോ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അമ്മ വീടിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. മുറ്റത്തൊരു പേരമരം ഉണ്ട് കേട്ടോ. വലിയ മരമൊന്നുമല്ല, ചെറുതാണ്. അതിൽ നിറയെ പേരക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു മുരിങ്ങയുണ്ട്, മുരിങ്ങയിലൊക്കെ നിറയെ പൂവുണ്ട് കേട്ടോ. മുരിങ്ങക്കായൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മുരിങ്ങപ്പൂവ് തോരൻ വയ്ക്കുന്നത് നല്ല ഇഷ്ടമാണ്. എന്തോ കേട്ടോ, നമ്മുടെ വീട്ടിലെ മുരിങ്ങയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മുരിങ്ങയുടെ ചോടവിടാന്ന് ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ. ഞാൻ നോക്കുമ്പം കാണുന്ന മൊത്തം ശീമക്കൊന്നയാണ്. ചോടവിടെ എന്താ, ഞങ്ങൾ പണ്ട് വാർക്കമലിൽ നിന്ന് ആ തെങ്ങേക്കട ഊർന്നിറങ്ങുമായിരുന്നു കേട്ടോ താഴേക്ക്. പ്ലാവിലൊക്കെ നിറയെ ചക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ. എത്താണ് അമ്മാവനുള്ളപ്പം പ്ലാവിൽ കയറി ചക്കയിടും ഞങ്ങൾ വരുമ്പോഴേ. എന്നിട്ട് എല്ലാവരും ചേർന്ന് ചക്കയൊക്കെ ഒരുക്കി വെട്ടിപ്പുഴുങ്ങി തിന്നുമായിരുന്നു കേട്ടോ. അമ്മാവനൊക്കെ മരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പയ്യെ നമ്മുടെ തൊഴുത്തും ആട്ടും കൂടൊക്കെ വൃത്തിയാക്കാനായിട്ട് പോയിട്ടോ. ആട്ടും കൂട് അടിച്ച് വരികയാണ്. അപ്പം നമ്മുടെ കാലിൽ മുറിവൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ നല്ലോണം കവർ ചെയ്തിട്ടാണ് കേട്ടോ ഈ തൊഴുത്തിലെ പണിക്കൊക്കെ ഇറങ്ങിയേക്കുന്നത്. അതായത് നമ്മൾ ആട്ടും കൂട് വൃത്തിയാക്കി നമുക്ക് തൊഴുത്ത് വിട്ടേക്കാം. തൊഴുത്ത് വൃത്തിയാക്കാൻ പോവുകയാണ്. ഇത് ഇച്ചിരി റിസ്ക് പിടിച്ച പണിയാണ്. കാരണം നമ്മുടെ കാലിൽ മറ്റേ വെരിക്കോസിൻ്റെ മുറിവുള്ളതുകൊണ്ട് ചാണകമൊക്കെ പറ്റാതെ നോക്കണം. പറ്റിയാൽ തീരുമാനമാകും. അപ്പോൾ എനിക്ക് തൊഴുത്ത് വൃത്തിയാക്കൽ, ആട്ടുംകൂട് വൃത്തിയാക്കൽ, അങ്ങനെയുള്ള പണികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. കുറേ നാളുകളായി പണികളൊക്കെ ചെയ്തിട്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ ചാണകമൊക്കെ കോരി, എനിക്ക് ചാണകം കോരിയിട്ട് നമ്മളിങ്ങനെ പൊടി മുറ്റത്തൊക്കെ പൊടി വരാതിരിക്കാൻ ചാണകം വെച്ചിട്ട് മെഴുകില്ല, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഞങ്ങളുടെ വീടൊക്കെ ചാണകം മെഴുകുന്ന തറയൊക്കെ ആയിരുന്നു കേട്ടോ. ഈ ആട്ടുംകൂട് പശു തൊഴുത്തൊക്കെ ഇരിക്കുന്ന നമ്മുടെ പഴയ വീടാണ് കേട്ടോ ഇവിടുത്തെ. ഇതൊരു ഓല വീടായിരുന്നു, ഓല മേഞ്ഞ വീടായിരുന്നു. സൈഡിലൊക്കെ ഇങ്ങനെ ഓലയ്ക്ക് മറച്ച വീടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മൺകട്ട വെച്ചിട്ട് ഭിത്തി കെട്ടി ഒരു ഷീറ്റൊക്കെ ഇട്ടു കേട്ടോ. ആ വീടിൻ്റെ തറയിലാണ് കേട്ടോ അപ്പം നമ്മൾ തൊഴുത്തൊക്കെ ആക്കി വെച്ചേക്കുന്നത് കേട്ടോ. ഇത് പഴയ വീടിൻ്റെ തറയാണ് കേട്ടോ. അങ്ങനെ ചാണകമൊക്കെ കോരി ഇനി തൊഴുത്തൊക്കെ നല്ലോണം കഴുകിയിടാവേ. പൈപ്പിൽ ചെറിയ ഓസായതുകൊണ്ട് കുറേശ്ശേ വെള്ളം വരുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ തൊഴുത്തൊക്കെ വൃത്തിയാക്കാൻ പശുവിനെയൊക്കെ ഇറക്കി പുറത്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ ആ വെള്ള പശുവിൻ്റെ മൂക്ക് കുത്തിയതേ ഉള്ളൂ കേട്ടോ. 2 ദിവസം മുന്നേ മൂക്ക് കുത്തിയുള്ളൂ. അപ്പം അതിനെ 2 ദിവസം കഴിഞ്ഞിട്ട് കുളിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അതിനെ നമ്മൾ കുളിപ്പിച്ചില്ല. ചുവന്ന പശുവിനെ നമ്മൾ കുളിപ്പിച്ചായിരുന്നു കേട്ടോ രാവിലെ കറക്കാൻ നേരത്ത്. അങ്ങനെ നമ്മൾ തൊഴുത്തൊക്കെ അടിച്ച് വെള്ളം ഒഴിച്ച് നല്ല ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ തൊഴുത്ത് ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. തൊഴുത്തൊക്കെ നല്ലോണം അടിച്ച് കഴുകി വിട്ടു, ആട്ടുംകൂടൊക്കെ വൃത്തിയാക്കിയിട്ടു. ഇനി നമുക്ക് പശുക്കൾക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ പിടിച്ച് വയ്ക്കാം കേട്ടോ. ഞാൻ അവരെ ഇറക്കി കിട്ടിയിട്ടുണ്ട്. ഒരു വെള്ളക്കൊക്ക് കൂട്ടിന് വന്നിട്ടുണ്ട് കേട്ടോ. മുറ്റത്തൊക്കെ നിറയെ ഓലമടലൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് പറക്കി ഒതുക്കി വെക്കണം. ഇനി പുല്ല് ചാക്കിലാക്കി വെച്ചിട്ടായിരുന്നു കേട്ടോ പോയേ. അപ്പോൾ ഞാനതിന് പുല്ല് എടുത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യമേ ഒരു ചാക്ക് പുല്ലിട്ട് കൊടുത്തു. അത് 2 ആളും കൂടി തീർത്തു കേട്ടോ. അപ്പോൾ രണ്ടാമതും ഞാൻ പുല്ലിട്ട് കൊടുത്തേ. വെള്ളപ്പശുവിൻ്റെ അടുത്ത് കുറച്ച് പുല്ല് കിടപ്പുണ്ട്, അതുകൊണ്ട് ഇനി ഇത്തിരി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. കറക്കുന്ന പശുവിന് അധികം പുല്ലിട്ട് കൊടുത്തേക്കാം. അങ്ങനെ ഞാൻ പശുവിന് പുല്ലൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ആദ്യമായിട്ടായതുകൊണ്ട് നിങ്ങളെ അഴിച്ച് പറമ്പിൽ തീറ്റ ഉള്ളിടത്തുകൊണ്ട് കെട്ടാൻ നോക്കിയാൽ ചിലപ്പം കയറും വലിച്ച് ഓടിയാലോ എന്നുള്ള പേടി കൊണ്ടാണ് കേട്ടോ അഴിച്ചുകൊണ്ട് പോകാത്ത, പറമ്പിൽ തന്നെ കെട്ടിയത്.
ഇനി ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൂടെ കാണിച്ചു കേട്ടോ. ഇത് നമ്മുടെ ടിപ്പുവാണ് കേട്ടോ. ഇത് വീട്ടിലുള്ള മൾബറിയാണ്, മൾബറി ചെടിയാണ് കേട്ടോ. ഇലയൊക്കെ പോയി, ഈ കാലാവസ്ഥയുടെ ആയിരിക്കും. ഇനിയിപ്പോൾ ഇതിൽ മൾബറി ഒക്കെ ഉണ്ടാവും കേട്ടോ. ചെറുതായിട്ടുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിനിപ്പോൾ നല്ല പുളിയാണ് കേട്ടോ, ഞാൻ കഴിച്ചില്ല. എനിക്ക് നല്ല കറുത്ത കളറിൽ വന്ന് പഴുത്തതാണ് ഇഷ്ടം. അപ്പം മൾബറി ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പറമ്പിൽ കുറച്ച് റബ്ബറൊക്കെ ഉണ്ട്. പിന്നെയുള്ള കൃഷി എന്ന് പറഞ്ഞാൽ കാപ്പിയാണ് കേട്ടോ. കാപ്പിക്കുരു ഉണ്ട് പറമ്പിൽ. ഇതിലൊക്കെ ആയിട്ട് കാപ്പി നിൽക്കുന്നുണ്ട് കേട്ടോ. പണ്ട് ഞങ്ങൾ കളിക്കുമ്പോഴൊക്കെ, കുഞ്ഞിലെ കളിക്കാൻ ഈ കാപ്പിയിലൊക്കെ കയറി ഇരുന്ന് കളിക്കുമായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ വീടും പറമ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. അത് പുറവശത്തോട്ട് അങ്ങോട്ട് ഫുള്ള് പാറയാണ്, വലിയ പാറയാണ്. ഇവിടെ ഒരു മൂവാണ്ടൻ മാവ് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു ആ മാങ്ങയ്ക്ക് കേട്ടോ. അപ്പം മാവൊക്കെ പോയി. ആ മാവ് മുറിച്ചതാണോ കേടുവന്ന് പോയതാണോ എന്നറിയാം, ഓർമ്മയില്ല കേട്ടോ. ആ പാറമേലിൽ നമുക്ക് വെയിലാറിയിട്ട് പാറമേലിൽ പോകാം കേട്ടോ. ഇപ്പം നല്ല വെയിലാണ്, പാറ കയറാനുള്ള ശേഷി എനിക്കില്ല. കാരണം നല്ല വെയിലാകുമ്പോൾ മിക്കവാറും തല ഇറങ്ങി വീഴും. അതുകൊണ്ട് പാറയിലോട്ട് പോകുന്നില്ല. പിന്നെ നമ്മുടെ വീട്ടിലുള്ള കൃഷി എന്ന് പറഞ്ഞാൽ കുരുമുളകുണ്ട് കേട്ടോ. ഇതൊരു മാവായിരുന്നു. മാവിൽ ഇത്തള് പിടിച്ചിട്ട് മാവൊക്കെ കേടുവന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്തവണത്തെ കാലാവസ്ഥ മോശമായതുകൊണ്ട് കുരുമുളകൊന്നും അങ്ങനെ പിടിച്ചിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ നിറയെ കുരുമുളക് ഉണ്ടാകുന്നതാണ്. അപ്പം അമ്മാവന് വലിയ അപ്പച്ചനൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കുരുമുളക് പറിക്കാം, ഇവരെ ഏണി വെച്ചിട്ട് ഇതിൽ കയറി കുരുമുളക് പറിക്കാം. അപ്പോൾ നമ്മളും ആ കൂടെയൊക്കെ പോയി നിന്ന് കുരുമുളകൊക്കെ പറിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വീട്ടിലുള്ള മുട്ടപ്പഴത്തിൻ്റെ മരമാണ് കേട്ടോ. അത് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് തണലായി നിൽക്കുകയാണ്. മുട്ടപ്പഴം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നേരത്തെ ഒരു ഓറഞ്ച് മരം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഓറഞ്ചിൽ ഭയങ്കര പുളിയാണ്, എന്നാലും നല്ല ടേസ്റ്റായിരുന്നു. ഇവിടെ പണ്ടൊരു പേര മരമായിരുന്നു. ഞങ്ങൾ ആ പേരയുടെ കുമ്പത്ത് കയറി ഇരുന്നിട്ട് പേരയ്ക്കൊക്കെ പറിച്ച് തിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആ പേരയൊക്കെ പോയിട്ട് അവിടെ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചു. നമ്മൾ കോഴീനെ തുറന്നു വിട്ടില്ലായിരുന്നു, മറന്നുപോയായിരുന്നു. നമുക്ക് കോഴിക്കോട് തുറന്നു വിട്ടേക്കാം. ഇത്രയും കാഴ്ച കണ്ടു നടന്നപ്പോഴാണ് കോഴിക്കോടിനെ തുറന്നു വിട്ടില്ലല്ലോ, കോഴീനെ തുറന്നു വിട്ടില്ലല്ലോ എന്ന് ഓർത്തേട്ടോ. അപ്പം ഞാനങ്ങനെ കോഴീനൊക്കെ പോയി തുറന്നു വിട്ടു. കൂട് തുറന്ന താമസം കോഴിയെല്ലാം ചടി ഇറങ്ങി ഓടിയിട്ടോ. എന്നെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണോ എന്തോ ആ കോഴി ജീവനും കൊണ്ട് ഓടി. എന്ത് ചെയ്യാം, കോഴിക്ക് എന്നെ പരിചയമില്ലല്ലോ. ഞാനിതാ കോഴിയൊക്കെ അഴിച്ചു വിട്ട പാടെ ഓടി മുറ്റത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അതുങ്ങൾക്കുള്ള തീറ്റയൊക്കെ വെച്ച് കൊടുത്തു. നമ്മുടെ വീട്ടിൽ ചാമ്പയ്ക്ക മരം പൂവിട്ടിട്ടുണ്ട് കേട്ടോ. പൂവിട്ട് ചെറിയ കായ്കളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ചാമ്പയ്ക്ക മരം ഇതിൽ നിറയെ ചാമ്പയ്ക്ക ഉണ്ടാവും കേട്ടോ. കണ്ടോ, ചാമ്പയ്ക്ക ഉണ്ടായി തുടങ്ങി. കുഞ്ഞാണ്, നിറയെ പുളിയുറുമ്പാണ് കേട്ടോ. നീറെന്നൊക്കെ പറയും ഞങ്ങൾ. പിന്നെ ഇനിയിപ്പോൾ ചാമ്പയ്ക്ക പറിക്കണമെങ്കിൽ ഇവരുടെയൊക്കെ അനുവാദം വേണ്ടി വരും. കാരണം ചാമ്പയ്ക്ക മരം അവർ കൈക്കലാക്കി, അവരവിടെ കുടിൽ കെട്ടി താമസവും തുടങ്ങി കേട്ടോ. ഉറുമ്പുകൾ ഇഷ്ടംപോലെ കൂട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചാമ്പ മരത്തിൻ്റെ ഇലയിലെ കണ്ടോ, അതെല്ലാം പുളിയുറുമ്പിൻ്റെ കൂടാണ് കേട്ടോ. ചാമ്പയ്ക്ക പറിക്കാൻ വരുമ്പോഴാണ് വിവരം അറിയുന്നത്. ഇവരെല്ലാം കൂടെ നമ്മളെ അങ്ങോട്ട് ഓടിച്ചിട്ട് ആക്രമിക്കും. ഇപ്പം ചാമ്പങ്ങയൊക്കെ പഴുത്ത് കഴിയുമ്പോഴത്തേനും നമ്മളിനിയിപ്പോൾ എന്നാ വരുന്നതെന്നറിയില്ല. എന്തായാലും ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ. ചാമ്പയ്ക്ക പൂവിട്ട് നിൽക്കുന്ന കാണാനൊരു നല്ല രസമാണ്, പൂവ് കാണാൻ. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു മുരിങ്ങയുണ്ട്. അതിൽ മുരിങ്ങക്കോലൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. മുരിങ്ങക്കായ ഉണ്ടായി വരുന്നുണ്ട്. ഒരു സൈഡിൽ പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പശുവിനുള്ള തീറ്റ കൊടുക്കണം കേട്ടോ, നമ്മുടെ കളിത്തീറ്റ. അപ്പോൾ അതൊക്കെ നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. കൊടുക്കാറാകുമ്പോഴത്തേനും അപ്പോൾ തീറ്റയൊക്കെ നല്ലവണ്ണം കുതിർന്ന് കിട്ടും. രാവിലെ നല്ല കിളികളുടെ ഒക്കെ സൗണ്ട് ഉണ്ട് കേട്ടോ, നല്ല രസമാണ് കേട്ടോ. ഇവിടെ വന്നാൽ ഭയങ്കര ഒരു അടിപൊളി വൈബാണ്. ഞങ്ങളുടെ വെക്കേഷൻ തുടങ്ങുമ്പോൾ തൊട്ട് തീരുന്നിടം വരെ ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ. അന്നെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പിള്ളേർ സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അടുത്ത വീട്ടിലും എല്ലാമായിട്ട് ഒരുപാട് പിള്ളേർ സെറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പോയി. എല്ലാവരും കല്യാണമൊക്കെ കഴിച്ച് കുടുംബമായി, കുട്ടികളായി, പ്രാരാബ്ദങ്ങളായി, അങ്ങനെ.
ഈ മുറ്റത്തൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ ഓടിക്കളിച്ച മുറ്റമാണ് കേട്ടോ. അങ്ങനെ പശുവിൻ്റെ ഉള്ള തീറ്റ കുതിർന്നു കഴിഞ്ഞപ്പം ഞാനതെടുത്ത് പശുവിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി കേട്ടോ. കാരണം പശുവിന് നമുക്ക് ഉച്ചയ്ക്ക് കറവയുള്ളതാണേ, ഉച്ചക്കറവയുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ തീറ്റ കൊടുത്തേക്കാമെന്ന് വെച്ചു. എന്നോട് തീറ്റ കൊടുക്കാൻ പറഞ്ഞ സമയമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ എന്തായാലും കറവയ്ക്ക് മുന്നേ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പശുവിനുള്ള തീറ്റയൊക്കെ കൊടുത്തിട്ട് ഒന്ന് കലക്കി കൊടുത്തേക്കാം. എന്താണോ പശു ഞാനുമായിട്ട് നല്ല കൂട്ടായി കേട്ടോ. അല്ലെങ്കിൽ എന്നെ 7 വണ്ടി പശു കൊമ്പേ തൊണ്ടി എറിഞ്ഞേനെ. എല്ലാ പശുക്കളും അങ്ങനെയാണ് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, പശുവിന് എന്നോട് വലിയ പിടുത്തമില്ല. ഈ പശു പാവം, ഞാനുമായിട്ട് കൂട്ടായി കേട്ടോ. അപ്പോൾ എന്താ അവൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അതിൻ്റെ തീറ്റയൊക്കെ ഉണ്ട്. പക്ഷേ അത് ഫുള്ള് അകത്താക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെള്ളപ്പശുവിന് ഉള്ള തീറ്റ കൊടുത്തേക്കാം. വെള്ളപ്പശുവിനുള്ള തീറ്റയും കൊടുത്തിട്ടോ. വെള്ളപ്പശു അവിടെ നിന്നിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ വെള്ളം കുടിക്കട്ടെ. നമുക്ക് അടുത്ത ഭാഗമായിട്ട് പിന്നെ വരാം. ബായ്.